നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒട്ടുമിക്ക സർക്കാരുകൾക്കും തലവേദന സൃഷ്ടിക്കാറുണ്ട്. അതായത് സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിക്രൂരമായ ആക്രമണങ്ങൾ പലയിടത്തും നടക്കാറുണ്ട്. അത് സർക്കാരുകളെ പിടിച്ച് കുലുക്കാറുണ്ട്. ദില്ലിയിലെ അഭയ കേസ് നമുക്കറിയാം. അതിക്രൂരമായി ഒരു പെൺകുട്ടി ദില്ലിയിലെ തെരുവോരങ്ങളിൽ അർദ്ധരാത്രി ബലാത്സംഗത്തിന് ഇരയാകുന്നു. പിന്നീട് ഒരു വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. അത് അന്ന് ഭരിച്ചിരുന്ന UPA സർക്കാരിനെ പിടിച്ചു കുലുക്കിയതും അന്നത്തെ ദില്ലി സംസ്ഥാന സർക്കാരിനെ പിടിച്ചു കുലുക്കിയതും എല്ലാം നമ്മൾ കണ്ടതാണ്. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ രാഷ്ട്രീയമായി വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഒന്നിലേറെ തവണ പിഞ്ചു കുട്ടികളടക്കം പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിച്ച ശേഷം കൊല്ലപ്പെട്ട കേസുകൾ, അതിക്രൂരമായ പീഡന കഥകൾ, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആക്രമണ കഥകൾ, ഇതെല്ലാം നമ്മൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് കേട്ടിട്ടുണ്ട്. ഇതിൽ പല കുറ്റകൃത്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് വില കൊടുക്കാത്ത സർക്കാർ എന്ന ആരോപണം സർക്കാരിന് നേരെ ഉണ്ടാകുന്നു. പോലീസ് അധികാരികൾക്ക് നേരെ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഒരു ഭരണകൂടം എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. അതിനുത്തരം നൽകാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥരാകുന്നു. എന്തായാലും ഈ ആധുനിക കാലത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒട്ടനവധി സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒട്ടനവധി നിയമങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ ഇന്ത്യയിലുമുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഈ കുറ്റകൃത്യങ്ങളിൽ നിന്നും പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാം സംരക്ഷിക്കുന്നതിനായി ഓരോ കുടുംബങ്ങളും, ഓരോ മാതാപിതാക്കളും, അതുപോലെ തന്നെ സമൂഹവുമെല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കുകയും ചെയ്യുന്നു. പ്രായഭേദമന്യേ, അത് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികമാർ വരെ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികമായും അല്ലാതെയുമുള്ള ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അതീവ താല്പര്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കേൾക്കുകയും ഇത്തരം കേസുകളുടെ ഫോളോ അപ്പുകൾ സമൂഹ മനസാക്ഷി തന്നെ നടത്താറുമുണ്ട് എന്നുള്ളതാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകരുത്. ഈ സൗമ്യ വധക്കേസിലൊക്കെ ഇപ്പോഴും കേരളത്തിന് നൊമ്പരമായി മാറിയിരിക്കുന്നത് നിയമം അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം സൗമ്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ ആ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്നു. പക്ഷെ പിന്നീട് വധശിക്ഷയിൽ നിന്നും പ്രതി ഊരിപ്പോകുന്നു. ഇങ്ങനെ ഒട്ടനവധി കേസുകൾ, സമൂഹത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിച്ച കേസുകൾ, ഇപ്പോഴും നീതി ലഭിക്കാത്ത കേസുകൾ, വാളയാർ പോലെയുള്ള കേസുകൾ, ഇതെല്ലാം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നമ്മുടെ എല്ലാം ശ്രദ്ധയെ ആകർഷിച്ചത്. ഒരു 13കാരി പത്തനംതിട്ടയിൽ പീഡിപ്പിക്കപ്പെട്ടു. 13കാരിയാണ് എന്നോർക്കണം. എട്ടാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനിയാണ് ലൈംഗികമായ പീഡനത്തിന് ഇരയായിരിക്കുന്നത്. അത് വെറും പീഡനമല്ല, കൂട്ട ബലാത്സംഗമാണ്. 10 പേരടങ്ങിയ ഗ്യാങ്ങാണ് 13കാരിയെ കൂട്ട ബലാത്സംഗം ചെയ്തു എന്ന കേസ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിഗണനയിലേക്ക് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതാണ് ഏത് പോലീസ് സ്റ്റേഷനാണ്, ഏത് സ്കൂളാണ്, ഏത് സ്ഥലമാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും പറയാൻ നിവൃത്തിയില്ല. കാരണം അത് അതീവ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പോക്സോ കേസാണ്. ഈ കേസിലെ പ്രതിയും വാദിയുമെല്ലാം ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു എന്നുള്ളതാണ് ഈ കേസിലെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി താൻ 10 പേരടങ്ങുന്ന സംഘം ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പോലീസുകാർ ഞെട്ടി. കാരണം ഈ പെൺകുട്ടിയെ ആക്രമിച്ചതെല്ലാം ഈ പെൺകുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള കുട്ടികളായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച പരാതി. ഇതിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ 6 പേരിൽ 4 പേരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അതുകൊണ്ടാണ് ഈ കേസിന് വലിയ പ്രാധാന്യത്തോടുകൂടി, വലിയ രഹസ്യാത്മകതയോടുകൂടി പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഈ വാർത്ത ഇന്നലെ രാവിലെ പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു. കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മറ്റൊരു കേസായി ഇത് മാറുമോ എന്നെല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ കൂട്ടബലാത്സംഗം എന്തായി എന്ന് ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. അത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിഷയമായി മാറി എന്നുള്ളതാണ്. അതായത് ഈ 13കാരിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ഒടുവിൽ ആ കാര്യം പിടികിട്ടുന്നു. അതായത് ഈ പരാതി വെറും വ്യാജ പരാതിയായിരുന്നു. ഈ
13-കാരിയെ ആരും പീഡിപ്പിച്ചിട്ടില്ല. മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും പെൺകുട്ടി പരാതി കൊടുക്കുന്നു, പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു, അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഒരു കാരണവശാലും ദഹിക്കാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് വിശദമായ പരിശോധനയ്ക്ക് വിടാൻ തീരുമാനിക്കുന്നു. വൈദ്യപരിശോധന സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ആ വൈദ്യപരിശോധനയിൽ പെൺകുട്ടിയെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ശാസ്ത്രീയമായി പീഡനം നടന്നിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തി. അതോടുകൂടിയാണ് പെൺകുട്ടിയുടെ പരാതി അത് ജെനുവിനാണോ എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്, പെൺകുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസിന് ആ ഞെട്ടിക്കുന്ന വിവരം മനസ്സിലായത്. പെൺകുട്ടി അത് വെറുതെ പറഞ്ഞതാണ്, വെറുതെ ഒരു പരാതിയായിരുന്നു, വ്യാജ പരാതിയായിരുന്നു. സ്വന്തം സഹപാഠികൾക്കെതിരെ, ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന സ്വന്തം സഹപാഠികൾക്കെതിരെയാണ് അതീവ ഗുരുതരമായ ഈ പോക്സോ കേസ് അടക്കം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള കുട്ടികളും അവരും ചെറിയ കുട്ടികളാണ്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ പേടിച്ചു പോയിട്ടുണ്ടാകണം ഈ പ്രായത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ പ്രമാദമായ വളരെ ഗുരുതരമായ ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് ഏതാനും മണിക്കൂറുകൾ നിൽക്കാൻ. അവർ ഒരു കാരണവശാലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് അവർ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്. എന്നാൽ ഈ മൊഴികളിൽ വൈരുദ്ധ്യം കാണുന്നു, വൈദ്യപരിശോധനയിൽ ഇത്തരത്തിലുള്ള പീഡനം നടന്നിട്ടില്ല എന്ന് കാണുന്നു. അതിനുശേഷം വിശദമായി പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വ്യാജമായിരുന്നു എന്ന ആ ഒരു വിവരം പോലീസുകാർ അറിയുന്നത്. മാത്രമല്ല, അത് വ്യാജ പരാതിയായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ആ ചോദ്യം മറ്റൊന്നുമല്ല, അതിനും പെൺകുട്ടി ഉത്തരം പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ട ആൺകുട്ടികളിൽ ഒരാളിൽ തനിക്ക് വലിയ പ്രണയമുണ്ടായിരുന്നു. ആ തൻ്റെ പ്രണയം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തിൻ്റെ ആ പകയിൽ താനിങ്ങനെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് പെൺകുട്ടി പോലീസുകാരോട് പറഞ്ഞത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പോലീസ് റദ്ദാക്കിയിരിക്കുകയാണ്. വ്യാജ പരാതിയായിരുന്നു. ആ പെൺകുട്ടി വ്യാജ പരാതി ഉന്നയിക്കുകയായിരുന്നു. ആ വ്യാജ പരാതിയിൽ ഇരകളായി ഏതാനും 4 ആൺകുട്ടികൾ മാറുന്നു. അവരുടെ മനസ്സിലും ട്രോമയുണ്ട്. അവർക്കും വല്ലാത്ത മാനസികാഘാതം ഉണ്ടായിട്ടുണ്ടാകും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒടുവിൽ അവർക്ക് നീതി ലഭിക്കുന്നു. ആ പരാതി വ്യാജ പരാതിയാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി കേസിൽ നിന്നും അവർ ഒഴിവായി മാറുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ FIRകളും പോലീസ് റദ്ദാക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു വാർത്തയാണ് ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നത്.